ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയായിരുന്നു ഉടലെടുത്തത്. സീറ്റ് ലഭിക്കാതിരുന്ന മുതിർന്ന നേതാക്കളടക്കമുള്ളവർ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. പാർട്ടി നേതൃത്വം തങ്ങളെ സീറ്റ് നൽകാതെ വഞ്ചിച്ചുവെന്നായിരുന്നു നേതാക്കളുടെ ആരോപണം. സീറ്റ് ലഭിക്കാതിരുന്നവർ നേതൃത്വത്തിനെതിരെ പരസ്യ യുദ്ധത്തിനിറങ്ങി. ഇതിൽ പലരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരത്തിനിറങ്ങുകയും ചെയ്തു. ഇപ്പോഴിതാ നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരത്തിനിറങ്ങിയ നേതാക്കൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. നേതൃത്വത്തെ വെല്ലുവിളിച്ച 13 നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസ് അറിയിച്ചു. 6 വർഷത്തേക്കാണ് നടപടി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ സാഹചര്യത്തിലാണ് നേതാക്കളെ പുറത്താക്കാൻ തീരുമാനിച്ചതെന്ന് ഹരിയാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു. നരേഷ് ദണ്ഡെ, പർദീപ് ഖിൽ, സജ്ജൻ സിംഗ് ദുൽ, സുനിത ഭട്ടൻ, രാജീവ് മാമുറാം ഖോന്ദർ, ദയാൽ സിംഗ് സിരോഹി, വിജയ് ജെയിൻ, ദിൽബാഗ് സൻഡിൽ, അജിത് ഫോഗട്ട, അഭിജിത് സിംഗ്, സത്ബീർ രഥേര, നിതുമൻ, അനിത അതുൽ എന്നീ നേതാക്കളെയാണ് പുറത്താക്കിയത്. ഗുഹ്ല, ജിന്ദ്, പുത്രി, നിലോഖേരി, പാനിപത്ത് റൂറൽ, ഉച്ചനാഖലൻ, ദാദ്രി, ഭിവാനി, ഭവാനി, ഖേര, പൃഥ്ല, കലയാത്ത് എന്നിവിടങ്ങളിലാണ് ഈ നേതാക്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഹരിയാനയിൽ 10 വർഷത്തിന് ശേഷം വീണ്ടും അധികാരത്തിലേറാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അതിനിടയിലാണ് വിമത ഭീഷണി രൂക്ഷമായത്. നേരത്തെ ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി നൽകിയത് വിമതരായിരുന്നു. ഇതേ സാഹചര്യം സംസ്ഥാനത്ത് ഉടലെടുക്കുമോ എന്ന ഭീതി കോൺഗ്രസിനുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശക്തമായ നടപടിയുമായി നേതൃത്വം മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം BJPയിലും വിമത ഭീഷണി രൂക്ഷമാണ്. ടിക്കറ്റ് ലഭിക്കാതിരുന്നവർ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ഉൾപാർട്ടി തർക്കങ്ങളും BJPക്ക് തലവേദന തീർക്കുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരവും ശക്തമാണ്. ഇക്കുറി സംസ്ഥാനത്ത് കോൺഗ്രസിനാണ് മുൻതൂക്കമെന്നാണ് പ്രീപോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഭരണം പിടിക്കാനായാൽ ദേശീയ തലത്തിലും കോൺഗ്രസിന് ഇത് വലിയ ഊർജം പകർന്നേക്കും. അതേസമയം ഹരിയാനയിൽ അബദ്ധത്തിൽ പോലും കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ സംസ്ഥാനം തകരുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദം. കോൺഗ്രസിന് വോട്ട് ചെയ്യുകയെന്നാൽ ഹരിയാനയുടെ സ്ഥിരതയെയും വികസനത്തെയും അപകടത്തിലാക്കുകയെന്നാണ് അർത്ഥമെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് ദിനം അടുക്കുംതോറും ഹരിയാനയിൽ BJPക്ക് പിന്തുണയേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP സർക്കാർ ഹരിയാനയെ വ്യവസായ കാർഷിക മേഖലകളിൽ മുൻനിരയിലെത്തിച്ചു. വ്യവസായവൽക്കരണം കൊണ്ട് ദളിതർക്കും കർഷകർക്കും ദരിദ്രർക്കുമാകും വലിയ പ്രയോജനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏതായാലും വലിയ വീറും വാശിയുമായി ഹരിയാന തിരഞ്ഞെടുപ്പ് കലങ്ങിമറിയുകയാണ്. ഭരണം ആർക്കെന്നത് അത്ഭുതത്തോടെ കാത്തിരിക്കാം.